ഫലൂദ ഉണ്ടാക്കാം. അതിന് ഞാൻ ഒരു കപ്പ് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ജെല്ലിയുടെ റാസ്ബെറിയുടെ ജെല്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ മിക്സ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കപ്പ് തണുത്ത വെള്ളം ആഡ് ചെയ്യാം. നന്നായി മെൽറ്റായതിന് ശേഷം വേണം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇത് നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് സെറ്റാക്കാൻ വെക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാം. കറുത്ത കസ്കസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കാം. ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതിയാവും. നന്നായി വീർത്ത് വരും. കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് സോക്ക് ചെയ്യാൻ വെക്കേണ്ടത്. ഇനി നമുക്ക് സേമിയ വേവിച്ചെടുക്കാം. അതിനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് സേമിയ ഇട്ട് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് ഫലൂദ സേവ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ സേമിയയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് റോസ് മിൽക്ക് ഉണ്ടാക്കാം. അതിന് ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തണുക്കാം, ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഞാൻ എടുത്തിട്ടുള്ളത് മുന്തിരിയും ആപ്പിളും വാട്ടർമെലനാണ്. അത് നമുക്ക് എന്ത് ഫ്രൂട്ട്സ് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അതിൽ 2 സ്പൂൺ പഞ്ചസാര ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഇത് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഗ്ലാസ്സിൽ ആദ്യം കുറച്ച് ജെല്ലി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കസ്കസ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. സെറ്റ് ചെയ്യുന്ന ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സേമിയ വേവിച്ചത് ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലോണം തണുത്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കസ്കസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് റോസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലായി ജെല്ലി ഇട്ട് കൊടുക്കാം. ജെല്ലി നമുക്ക് വേറെ കളറ് ഫ്ലേവറിൽ യൂസ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ 2-3 കളറായിട്ട് കിട്ടും. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ വാനില ഐസ്ക്രീമും ബട്ടർ സ്കോച്ചും വെക്കുന്നുണ്ട്. അതിന് മുകളിലായി നമുക്ക് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നട്ട്സ് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാഷ്നട്ടും ബദാമും പിസ്തയാണ് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം.